സർക്കാരിനെതിരെ നിലനിന്നിരുന്ന എല്ലാ വിവാദങ്ങളും ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു. PM ശ്രീയിൽ എന്തോ വലിയ നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പ്രതിപക്ഷത്തിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. CPM-ഉം CPI-യും തർക്കങ്ങൾ തീർത്ത് പരസ്പരം കൈകൊടുത്തതോടെയാണ് കോൺഗ്രസും UDF മുന്നണിയും ആകെ പ്രതിസന്ധിയിലായത്. ഇപ്പോഴത്തെ PM ശ്രീ തർക്കം കൂടുതൽ മൂർച്ഛിച്ചു വരുമെന്നും CPI ഇടതുമുന്നണി വിട്ട് പുറത്തുവരുന്ന നിലയിലേക്ക് വരെ അത് മാറുമെന്നും കോൺഗ്രസ് വല്ലാതെ പ്രതീക്ഷിച്ചു. UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്ക് CPI ക്ഷണിക്കുക വരെ ചെയ്തു. മന്ത്രി ശിവൻകുട്ടിയെ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് നടത്തിയ പ്രചരണങ്ങളും ഗുണം ചെയ്തില്ല. പൊതുസമൂഹത്തിലും വിദ്യാർത്ഥി അധ്യാപക സമൂഹത്തിലും ശിവൻകുട്ടിയെ പറ്റി മികച്ച അഭിപ്രായങ്ങളാണുള്ളത്. മന്ത്രി ശിവൻകുട്ടിക്ക് അടുക്കും ചിട്ടയുമുള്ള വകുപ്പാക്കി വിദ്യാഭ്യാസ വകുപ്പിനെ മാറ്റാനായി. സ്കൂൾ തുറക്കൽ മുന്നൊരുക്കം, പാഠപുസ്തക അച്ചടി, കായികമേളകൾ, കലോത്സവങ്ങൾ, പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയവയിലെല്ലാം മന്ത്രിയുടെ ടച്ച് അനുഭവപ്പെട്ടു. വകുപ്പിലെ പിഴവുകളെ ന്യായീകരിക്കുന്നതിന് പകരം ശക്തമായ തിരുത്തൽ നടപടികൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ എടുത്ത നടപടി ഉദാഹരണം. സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം 2023 മുതൽ കുടിശ്ശികയായതോടെയാണ് വകുപ്പ് പ്രതിസന്ധിയിലായത്. ഫണ്ട് തടഞ്ഞെങ്കിലും PM ശ്രീയിൽ ഒപ്പിടേണ്ടതില്ലെന്ന നിലപാടിൽ ഏറെക്കാലം ഉറച്ചുനിന്ന ശേഷമായിരുന്നു മന്ത്രിയുടെ അപ്രതീക്ഷിത മനംമാറ്റം. മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ശിവൻകുട്ടിയും മാത്രം അറിഞ്ഞുള്ള ഒപ്പിടൽ ഒടുവിൽ വകുപ്പിനെ തന്നെ പ്രതിസന്ധിയുടെ നടുക്കടലിലാക്കി. എന്നിരുന്നാലും ആ പ്രതിസന്ധിയെ ശിവൻകുട്ടിയും CPM-ഉം വളരെ വേഗത്തിൽ അതിജീവിച്ചു. അതേസമയം ശബരിമല തട്ടിപ്പും തൊട്ടുപിന്നാലെ വന്ന PM ശ്രീയും സൃഷ്ടിച്ച ചുഴിയിൽ LDF-നെ അടപടലെ കടമുഴക്കാമെന്ന് UDF സ്വപ്നം കണ്ടെങ്കിലും ഒറ്റ മന്ത്രിസഭാ യോഗം അതെല്ലാം മാറ്റിമറിച്ചു. സമസ്ത മേഖലയുള്ളവർക്കും ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുള്ള നിലപാട് സർക്കാരിന് മുതൽക്കൂട്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവും പ്രതീക്ഷിച്ചിരുന്ന UDF-ന്റെ സ്ഥിതിയാവട്ടെ ഇപ്പോൾ അത്ര സന്തോഷകരമല്ല. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളാണ് വലിയ തലവേദന. 4 ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ UDF-ൽ ഐക്യം ശക്തമാണെന്നും കോൺഗ്രസിൽ യുവശക്തി സജീവമായെന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് ശേഷം അത്ര സുഖകരമല്ല അന്തരീക്ഷം. കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തെ ഡൽഹിയിലേക്ക് വിളിച്ച് ഹൈക്കമാൻഡ് നന്നായി കുടഞ്ഞെന്നാണ് വിവരം. നേതാക്കൾ മുഖ്യമന്ത്രി കസേര കണ്ട് പനിക്കുന്നതിനെതിരെയാണ് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നേരിടണമെന്ന് നിർദ്ദേശിക്കുക കൂടി ചെയ്തതോടെ പ്രധാന നേതാക്കൾ ക്ഷീണത്തിലായി. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യ പെരുമഴയെ എങ്ങനെ പ്രതിരോധിക്കണമെന്നാണ് പുതിയ അങ്കലാപ്പ്. ക്ഷേമ പെൻഷൻ 2000 ആക്കിയതും ആശമാർക്ക് 1000 രൂപ കിട്ടിയതും ഉൾപ്പെടെ സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഇടതുമുന്നണിക്ക് മുതൽക്കൂട്ടാണ്. അതേസമയം കോൺഗ്രസിലെ ചേരിപ്പോരും പുനഃസംഘടനാ വിഷയങ്ങളും മുന്നോട്ട് വരുന്നതിന് തടസ്സമായി കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നു. സർക്കാർ വീഴ്ചകൾ തുറന്നുകാട്ടുന്നതിൽ ഫലപ്രദ ഇടപെടലില്ലെന്ന പാർട്ടിക്കുള്ളിലെ വിമർശനവും കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് വിള്ളൽ വീഴ്ത്തുന്നതാണ്. നവംബർ 1 കേരളം സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇതിലും വലിയൊരു നേട്ടത്തിലേക്ക് എത്താനില്ല. ഇത്രമേലൊരു സുവർണ നേട്ടത്തിലേക്ക് സംസ്ഥാനം നടന്നെത്തുമ്പോൾ സ്വാഭാവികമായും അതിന് നേതൃത്വം നൽകുന്ന സർക്കാരും അഭിനന്ദനങ്ങൾ അർഹിക്കും. ഇതെല്ലാം കാണുന്ന ജനം വീണ്ടും ഒരു തവണ കൂടി ഇടതു സർക്കാരിന് അവസരം നൽകിയാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോഴും ഈ സർക്കാരിനെതിരെ വിവാദങ്ങളില്ലെന്നും സർക്കാർ അത്ര കണ്ട് മികച്ചതാണെന്നും പറയുന്നില്ല. പക്ഷേ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന പ്രതിപക്ഷത്തിന്റെ അഭാവം ഭരണപക്ഷത്തിന് തുണയാണ്.